ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ. നമ്രശീർഷരായി നിൽപ്പു നിൻ മുന്നിൽ കമ്ര നക്ഷത്ര കന്യകൾ. ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ. നമ്രശീർഷരായി നിൽപ്പു നിൻ മുന്നിൽ കമ്ര നക്ഷത്ര കന്യകൾ. ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ. നാം ഇന്ന് പരിചയപ്പെടുന്ന അതിഥിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സമൂഹ മാധ്യമങ്ങൾ നമ്മുടെ ഇടയിൽ ഒരുപാട് സ്വാധീനം ചെലുത്തുന്ന ഒരു കാലഘട്ടം തന്നെയാണിത്. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ ജീവിക്കുന്ന പലതരക്കാരായ ജോലിക്കാർ നമുക്കിടയിൽ പാട്ടും അതുപോലെ തന്നെ കലാപരിപാടികളുമൊക്കെയായി മുന്നോട്ട് വരുന്നത് ഇത്തരം മാധ്യമങ്ങളിലൂടെയാണ്. അത്തരത്തിൽ നാം കണ്ടെടുത്ത ഒരു കലാകാരനാണ് പ്രവീൺ കൊടകര. പ്രവീണിന് ഒരുപാട് സ്നേഹത്തോടെ ഹലോ റേഡിയോയിലേക്ക് സ്വാഗതം. നമസ്കാരം. അപ്പോൾ പ്രവീൺ എന്താണ് ചെയ്യുന്നത്? ശരിക്കും ഒരു പാട്ട് തന്നെയാണോ ജീവിതം? ഞാനിപ്പോൾ ശരിക്കും ഒരു പാച്ച് വർക്കറാണ്, ഡെൻഡർ എന്ന് പറയും. അപ്പോൾ സൈഡായിട്ടാണ് പാട്ട് കൊണ്ടുപോകുന്നത്. അതെ, ഒരു ജോലി എന്നുള്ള രീതിയിൽ ഒരു പാച്ച് വർക്കറും പിന്നെ പാട്ട് സൈഡായിട്ട് കൊണ്ടുവരുന്നത്. ചെറുപ്പം തൊട്ടേ പാട്ട് പാടുന്ന ആളാണോ ശരിക്കും? ചെറുപ്പത്തിലെ തന്നെ പാട്ടുകൾ ഭയങ്കര താല്പര്യവും ചെറുതായിട്ട് പാട്ട് പാടുന്ന ആളായിരുന്നു. പിന്നീട് കുറച്ച് കാലഘട്ടത്തിന് ശേഷമാണ് കൂടുതൽ ഇത് പഠിക്കാനും ഇതൊക്കെ തുടങ്ങിയത്. പാട്ട് പഠിച്ചിട്ടുണ്ടോ? കുറച്ച് നാൾ പഠിച്ചിട്ടുണ്ടല്ലേ? അപ്പോൾ പാട്ട് പഠിച്ചത് കൊണ്ട് നമുക്ക് പാട്ട് പാടാൻ കഴിയുമെന്നോ അല്ലെങ്കിൽ അതിനു മുൻപ് നമ്മൾ പാട്ട് പാടിയിരുന്നോ, എങ്ങനെയാണ് തോന്നലുണ്ടായിട്ടുള്ളത്? പാട്ട് പഠിച്ചതിന് ശേഷം കുറച്ചും കൂടിയും അതിന്റെ കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റി. സംഗതികൾ എന്ന് പറയുന്നത് അല്ലേ? സംഗതികളൊക്കെ മനസ്സിലാക്കാൻ പറ്റി. പിന്നെ കുറച്ച് സൂത്രങ്ങളൊക്കെ അതിലുണ്ടല്ലോ. അതെ. അപ്പൊ അങ്ങനെയാണ്. ഇപ്പൊ ഒരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ ഇന്ന രാഗത്തിലാണ് ഈ പാട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതെന്ന് തിരിച്ചറിയാൻ പറ്റുമോ? അല്ല, അത്രയ്ക്കൊന്നും ആയിട്ടില്ല. അതായിട്ട് പഠിച്ചിട്ടില്ല. നമുക്ക് പാടാൻ അത്യാവശ്യം ഉള്ള പൊടിക്കൈകൾക്ക് വേണ്ടി മാത്രം അങ്ങനെ. എത്ര വയസ്സ് തൊട്ട് പാട്ട് പാടി തുടങ്ങിയിട്ടുണ്ട്? ഞാനൊരു 4ാം ക്ലാസ്സിലൊക്കെ 4-5 ഒക്കെ പഠിക്കുമ്പോൾ തന്നെ പാട്ട് പാടി തുടങ്ങി. അന്നൊന്നും കാര്യമായി ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല. പിന്നെ അന്ന് പടം വരയിലായിരുന്നു കൂടുതൽ താല്പര്യം. പിന്നീടാണ് പാട്ടിലേക്കുള്ള ഒരു 15 വയസ്സ് കഴിഞ്ഞ ശേഷമാണ്. സ്കൂൾ കാലഘട്ടത്തൊക്കെ അങ്ങനെ മത്സരങ്ങളിലൊക്കെ പങ്കുചേരാറുണ്ടോ? ഇല്ലില്ല, അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു. പങ്കെടുക്കാനൊന്നും പറ്റിയിരുന്നില്ല. സാഹചര്യങ്ങൾ കൊണ്ടൊക്കെയാണ് അല്ലേ? സാഹചര്യങ്ങൾ കൊണ്ട് പേടിയുണ്ടായിരുന്നു. അതൊക്കെ. ഇപ്പോഴും നമ്മളൊരു പാട്ട് പാടണം എന്ന് പറഞ്ഞാൽ മനസ്സിൽ ഭയം ഉണ്ടാവാറുണ്ടോ? അല്ല, ഇപ്പൊ ഇല്ല. ഞാൻ കുറെ ഇപ്പൊ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ ഭയം ഇപ്പൊ തോന്നാറില്ല. ഇപ്പോൾ നാട്ടിൽ തന്നെയായിരുന്നോ ജോലി ചെയ്തിരുന്നത്? ഞാൻ വിദേശത്തും ജോലി ചെയ്തിട്ടുണ്ട് കുറച്ച് നാളുകള്. അന്നും ഞാൻ പ്രാക്ടീസൊക്കെ അവിടെ പല മുക്കിലും മൂലയിലൊക്കെ വെച്ച് നടത്തിയിട്ടുണ്ട്. അതല്ലേ? പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രോഗ്രാം അല്ലെങ്കിൽ പാട്ടൊക്കെ പാടാൻ തോന്നുമ്പോൾ നമ്മൾ മുറിയുടെ മൂലയ്ക്കൊക്കെ നിന്നിട്ട് പാട്ട് പാടും ഇല്ല, ഇങ്ങനെ കൈയൊക്കെ വെച്ചിട്ട്. ഈ എക്കോ എന്നൊക്കെ പറഞ്ഞ സിസ്റ്റം ഒന്നും വരാത്തൊരു കാലഘട്ടമാണത് അല്ലേ? അതെ. അപ്പൊ അന്നൊക്കെ നമ്മൾ ഒരു മൂലയ്ക്ക് വെച്ച് പറയുമ്പോൾ ശബ്ദത്തിന് ഭയങ്കര ഗാംഭീര്യം ഉണ്ടാവാനുള്ള രീതിയിൽ അല്ലേ? അങ്ങനെ ശബ്ദത്തിന് ഗാംഭീര്യം വേണമെന്ന് തോന്നിയിട്ടുണ്ടോ പാട്ട് പാടുമ്പോൾ? തീർച്ചയായും ഗാംഭീര്യം അത്യാവശ്യമാണ്. അതെല്ലേ? എന്നാൽ പുതിയ കാലഘട്ടത്തിലത്തെ പാട്ടുകളൊക്കെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ്. അത് അങ്ങനെയുണ്ട്. എങ്ങനെയാണ് അതിനെ കാണുന്നത്? അതായത് ഇപ്പോൾ എനിക്ക് ഇപ്പോൾ കൂടുതൽ ഇഷ്ടം പഴയ പാട്ടുകളാണ്. അന്ന് ഇപ്പോഴത്തെ പാട്ടുകൾ മോശമല്ല. പഴയ പാട്ടിൽ നമുക്ക് എടുത്ത് പാടാൻ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിൽ തോന്നുന്ന ഒരു പാട്ട് ഏതായിരിക്കും? പൂമാനമേ. പാടിക്കൊള്ളൂ. പൂമാനമേ ഒരു രാഗമേഘം താ, പൂമാനമേ ഒരു രാഗമേഘം താ, കനവായി കണമായി ഉയരാൻ ഒഴുകാനഴകിയലും പൂമാനമേ ഒരു രാഗമേഘം താ. അപ്പോൾ ഒരു പാട്ടുകാരൻ മാത്രമായിട്ട് ജീവിക്കണം എന്ന് വല്ലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? ഒരു പാട്ടുകാരനായിട്ട് പോകണം, അപ്പോൾ സ്റ്റുഡിയോകളിൽ നിന്ന് സ്റ്റുഡിയോകളിലേക്ക് ഇങ്ങനെ അല്ലെങ്കിൽ ഗാനമേളകൾക്ക് സ്ഥിരമായിട്ട് പോകണം, അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നു. പിന്നെ ഞാൻ അല്പം എഴുതാറൊക്കെ ഉണ്ട്, പിന്നെ പടം വരയ്ക്കാറുണ്ട്. പക്ഷെ എനിക്ക് അതിലൊക്കെ വിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടം പാട്ട് തന്നെയാണ്. കൂടുതൽ ഇഷ്ടം. ഇപ്പോഴും ചിത്രമൊക്കെ വരയ്ക്കാറുണ്ടോ? ഇപ്പൊ അതിന്റെ ടച്ച് കുറച്ചൊക്കെ വിട്ടുപോയി.
എങ്കിലും ഉള്ളിലുണ്ട് അല്ലേ? ഉള്ളിലുണ്ട്. വീട്ടിൽ ആരൊക്കെയാണ് എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് നിങ്ങളുടെ കല്യാണം? സപ്പോർട്ടിങ് എന്ന് പറഞ്ഞാൽ ഇതുവരെ ആരും ഉണ്ടായിട്ടില്ല. ഉണ്ടായിട്ടില്ല. കുറവായിരുന്നു. കൂട്ടുകാരൊക്കെ എങ്ങനെയാണ്? കൂട്ടുകാർ ചില ആൾക്കാരൊക്കെ ഇപ്പൊ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ പാപ്പൻ്റെ മകൻ സിജു എന്ന് പറഞ്ഞിട്ട് ഗൾഫിലുള്ളതാണ്. അവനാണ് ഇപ്പോൾ കൂടുതൽ സപ്പോർട്ടിങ്. ഇപ്പോൾ സപ്പോർട്ടിങ് കൂടുതലായി വരുന്നുണ്ട്. ഓരോന്നും ഇപ്പോൾ ഇപ്പോൾ മീഡിയയിലൊക്കെ വരുമ്പോൾ കുറെ ആൾക്കാർ ഇങ്ങനെ സപ്പോർട്ടിങ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ ഓക്കെ. അല്ല, നമ്മൾ ഈ നാട്ടിൽ നിൽക്കുമ്പോഴാണോ പ്രവാസ ജീവിതകാലത്താണോ പാട്ടുകളൊക്കെ കേൾക്കാനും പഠിക്കാനൊക്കെയുള്ള സൗകര്യം ഉണ്ടായിട്ടുള്ളത്? നമ്മൾ ഗൾഫിലൊക്കെ ആയിരുന്ന സമയത്ത് കുറച്ച് സമയം നമുക്കുള്ളെങ്കിലും നമുക്ക് മറ്റുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് പാട്ടുകളൊക്കെ പാടാൻ തോന്നിയിട്ടുണ്ടോ? അവിടെയാണ് കൂടുതൽ തോന്നാറ്. അതെ അല്ലേ? അവിടെയാണ് എനിക്ക് കൂടുതൽ തോന്നിയിട്ടുള്ളതും. പല മുക്കിലും മൂലയിൽ വെച്ചിട്ട് കൂടുതൽ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള അവിടെ വെച്ചാണ് പാട്ട് കേൾക്കാനും പാടാനൊക്കെ ഉള്ളത്. അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോൾ പാട്ട് നമ്മുടെ ജീവിതത്തിൽ എല്ലാ വികാരങ്ങൾക്കും പറ്റിയ ഒരു സംഭവമാണ്. ഇപ്പോൾ ഒരു ദുഃഖം തോന്നുകയാണെങ്കിൽ ദുഃഖത്തിന്റെ പാട്ടുകളുണ്ട് നമുക്ക് അല്ലേ മലയാളത്തിൽ. അതുപോലെ സന്തോഷം തോന്നുകയാണെങ്കിൽ സ്വന്തം അടിച്ചു പൊളിച്ച് പാടാവുന്ന ഒരുപാട് പാട്ടുകളുണ്ട്. ഏത് തരം പാട്ടുകളാണ് താങ്കൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? അങ്ങനെയില്ല, എനിക്ക് എല്ലാ പാട്ടുകളും ഇഷ്ടമാണ്. ഇഷ്ടപ്പെട്ടൊരു ഗായകൻ ആരാണ്? അത് ദാസേട്ടൻ തന്നെയാണ്. ജയേട്ടനും ചിത്ര ചേച്ചി, അങ്ങനെ കുറച്ച് ഒരു പട്ടികയിലുണ്ട്. അപ്പോൾ ആരും മോശമല്ലാത്ത രീതിയിൽ തന്നെ ഒരു ദേവരാജ മാസ്റ്ററുടെ കാലഘട്ടത്തല്ല, നിങ്ങൾ ശരിക്കും ജോൺസൺ മാസ്റ്റർ അത്തരം ഒരു കാലഘട്ടത്താണ് ജീവിക്കുന്നത് അല്ലേ? അതെ. ഒരു സുവർണ്ണ കാലഘട്ടത്തിൽ നിന്നും മാറി. അപ്പോൾ അതിലിപ്പോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഗീത സംവിധായകൻ ആരാണ്? ജോൺസൺ മാസ്റ്റർ ആണോ അതോ? എനിക്കിഷ്ടം രവീന്ദ്രൻ മാഷാണ് കൂടുതൽ ഇഷ്ടം. രവീന്ദ്രൻ മാസ്റ്റർ, ജോൺസൺ മാഷും ഔസേപ്പച്ചൻ, അതൊക്കെ അവരെയും ഇഷ്ടമാണ്. കൂടുതൽ ഇഷ്ടം എനിക്ക് രവീന്ദ്രൻ മാഷയാണ്. രവീന്ദ്രൻ മാസ്റ്റർ വീണമിട്ടുള്ള പാട്ടുകൾ ഏതൊക്കെയായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം? ഏതോ കിളിനാദമൻ. ഏതോ കിളിനാദമൻ കരളിൽ മധുമാരി പെയ്തു, ആരാഗമാധുരി ഞാൻ നുകർന്നു, അതിലൂറു മന്ത്രമാം ശ്രുതിയിൽ അറിയാതെ പാടി പാടി പാടി. തീർച്ചയായിട്ടും പാട്ടുകൾ ഇങ്ങനെ ഒരു തലത്തിൽ നിന്ന് മറ്റൊരു തലത്തിലേക്ക് ഇങ്ങനെ യാത്ര ചെയ്യുന്ന പോലെയാണ് തോന്നുന്നത് അല്ലേ? എല്ലാം ഇപ്പൊ വിദ്യാധര മാസ്റ്റർ പാട്ടുകളൊക്കെ, നമ്മുടെ തൃശ്ശൂർക്കാരനായിട്ടുള്ള വിദ്യാധര മാസ്റ്റർ പാട്ടുകളൊക്കെ എങ്ങനെയാണ്? അങ്ങനെയുള്ള അടുത്ത ബന്ധങ്ങളുണ്ടോ? വിദ്യാധര മാസ്റ്റർ പാട്ടുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ല, ഏതെങ്കിലും സംഗീത സംവിധായകരോ അത്തരത്തിലുള്ള പാട്ടുകാരൊക്കെ ആയിട്ട് അടുത്ത ബന്ധങ്ങൾ പുലർത്തിയിട്ടുണ്ടോ? നടേശേട്ടനായിട്ട് ഞാൻ വിളിക്കാറൊക്കെ ഉണ്ട്. ആളൊരു നല്ല ബന്ധമുണ്ട്. ഇപ്പൊ വിദ്യാധര മാസ്റ്റർ അനിയനാണ്. നല്ല പാട്ടുകൾ നമുക്ക് തന്നിട്ടുള്ള ആളാണ്. നന്നായി പാട്. ഇപ്പൊ ജോൺസൺ മാസ്റ്ററുടെ എല്ലാ പാട്ടുകൾക്കും മിക്കവാറും അതിന്റെ ഇത് പാടി സംഗതികളൊക്കെ പാടി പാട്ട് റെക്കോർഡ് ചെയ്തിരുന്നത് നടേശ മാസ്റ്ററാണ് ശരിക്കും അല്ലേ? ശരി. അപ്പോൾ നമുക്ക് വിദ്യാധര മാസ്റ്ററിന്റെ ഒരു പാട്ട്, നമുക്കിപ്പോൾ ട്രഡീഷണൽ കലകളും അതുമാതിരി നാടൻ പാട്ടുകളൊക്കെ ആയിട്ട് ഉള്ള ഒരു തരത്തിലാണ് വിദ്യാധര മാസ്റ്റർ പാട്ടുകളൊക്കെ അദ്ദേഹത്തിന്റെ ഏതെങ്കിലും പാട്ട് പാടാൻ പറഞ്ഞാൽ ഏതായിരിക്കും? സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാം. ഓക്കെ. സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാൻ, ദുഃഖഭാരങ്ങളും പങ്കുവയ്ക്കാൻ, സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാൻ, ദുഃഖഭാരങ്ങളും പങ്കുവയ്ക്കാൻ, ആശതൻ തേനും നിരാശതൻ കണ്ണീരും ആത്മദാഹങ്ങളും പങ്കുവയ്ക്കാൻ, ഇനി സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാൻ, ദുഃഖഭാരങ്ങളും പങ്കുവയ്ക്കാൻ. നമ്മളിപ്പോൾ ഒരു സംഭവം, ഇപ്പോൾ നമ്മൾ സൈക്കിൾ ചവിട്ടാണ് പഠിക്കാൻ. സൈക്കിൾ ചവിട്ടി പഠിക്കുമ്പോൾ അത് ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നും അല്ലേ? ടൈലറിംഗ് മെഷീൻ ചവിട്ടുമ്പോൾ അത് ഭയങ്കര ടഫായി തോന്നും. പാട്ട് പഠിക്കുമ്പോൾ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടോ? ബുദ്ധിമുട്ടൊക്കെ തോന്നിയിട്ടുണ്ട്. അലങ്കാരങ്ങൾ, പാട്ട് പഠിക്കുമ്പോൾ അലങ്കാരങ്ങൾ എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ എങ്ങനെയാണ് അതൊക്കെ വളരെ ഈസി ആയിട്ട് പാടാം എന്നുള്ള തോന്നലുണ്ടോ ശരിക്കും? ഇപ്പൊ കുറച്ച് ഈസി ആയിട്ട് പാടാന്നുള്ള തോന്നലൊക്കെ ഉണ്ട്. ഒരു പാട്ട് പാടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ്? ഇപ്പോൾ ഒരു പാട്ടുകാരനാവണം എന്നുള്ള രീതിയിൽ ഒക്കെ ആവുമ്പോൾ നമ്മൾ നാടൻ രീതികളിൽ ഇപ്പോൾ ഒരു സാധാരണ ഗതിയിൽ എന്ന് പറയുമ്പോൾ AC റൂമുകളിൽ നിന്ന് AC കാറിൽ കയറി പിന്നെ സ്റ്റുഡിയോകളിൽ പോകുന്നൊരു പാട്ടുകാരനെ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ഗാനമേളക്കാരൻ എന്നുള്ള രീതിയിൽ പാട്ടുകൾ പാടുമ്പോൾ ഒരു ഗായകൻ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? കൂടുതലും പ്രാക്ടീസ് നന്നായി ചെയ്യുക. പിന്നെ
എവിടെയാണ് നമ്മൾ പാട്ട് മൊബൈലിലോ അല്ലെങ്കിൽ ഇട്ടിട്ട് കേട്ട് നമ്മുടെ പോരായ്മകൾ അപ്പം തന്നെ കറ തീർത്ത് പോവുക. അതാണ് നമ്മൾ പാട്ടുകൾ കേൾക്കുക, പാടുക, അത് തന്നെയാണ് ഏറ്റവും നല്ലത്. അതന്നെ. നമ്മളിപ്പോൾ സ്പീഡ് കൂടിയിട്ടുണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഭാവം കുറവുണ്ടോ അതൊക്കെ വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് അത് കറക്റ്റാക്കാൻ നോക്കുക. നമ്മളൊരു പാട്ടുകാരനാണ് അങ്ങനെ ഒന്ന് ചിന്തിക്കാണ്ടിരിക്കുക. ഓക്കെ ഓക്കെ. ആദ്യം വേണ്ടത് നമ്മുടെ പോരായ്മകൾ തീർത്തുകൊണ്ട് ഇങ്ങനെ പോവുക. എന്നേക്കാൾ വലിയവൻ ഉണ്ട് എന്നുള്ള ചിന്തയിലല്ലേ? അങ്ങനെ ഒരു ചിന്തയിൽ ഒരു നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ നമുക്ക് പറ്റുന്ന രീതിയിൽ പാടുക അല്ലേ? പാടുക. അതാണ് ഏറ്റവും വലിയ മാക്സിമം നന്നാക്കി നോക്കുക. മുമ്പ് പാടി വെച്ചിട്ടുള്ള ആൾക്കാരെ എങ്ങനെയാണ് പാടി വെച്ചിട്ടുള്ളത് അതിന്റെ മാക്സിമം അതേമാതിരി പാടാനായിട്ട് ശ്രമം നടത്തുക. അതേപോലെ ഒന്നും പറ്റില്ലെങ്കിലും കൂടി അതിന് ശ്രമം നടത്തുക. സ്വന്തമായിട്ടുള്ള പാട്ടുകൾ വല്ലതും ഇണമിട്ടിട്ടോ അങ്ങനെ എഴുതുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അല്ല, അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഒരു വെറും പാട്ടുകാരനാണ് ഇഷ്ടം. പാട്ടുകാരൻ. എന്തെങ്കിലും സ്വപ്നങ്ങളൊക്കെ ഉണ്ടോ? നമുക്കിങ്ങനെ എല്ലാവർക്കും ഒരു സ്വപ്നങ്ങൾ ഉണ്ടാവില്ല ജീവിതം. അല്ല, എനിക്ക് മുമ്പ് ഉള്ള ഒരു സ്വപ്നം എന്ന് പറഞ്ഞാൽ സിനിമയിലെ ഏതെങ്കിലും ഒരു സിനിമയിൽ ഒരു പാട്ട് പാടുക. അതിലിപ്പോൾ ഞാൻ എൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വൈശാലിലെ ദുന്ദുബിനാട് എന്ന് പറഞ്ഞ പാട്ട് പാടിയ ദിനേശ് ഉണ്ട്. അതേമാതിരി ഒറ്റ പാട്ടിൽ അവരൊക്കെ ഒരു കുറച്ച് ആൾക്കാരെ അറിയപ്പെടാൻ തുടങ്ങി. അതേപോലെ ഏതെങ്കിലും ഒരു പാട്ട് കിട്ടുക. അതാണ് ഏറ്റവും വലിയ ആഗ്രഹം. എന്തായാലും നമ്മുടെ ഇന്റർവ്യൂ കേൾക്കുമ്പോൾ അത് തങ്ങൾക്ക് സാധ്യമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത്രയും തിരക്കിനിടയിലും എത്തിച്ചേർന്ന പ്രവീണിന് നല്ലൊരു ആശംസയും അതുപോലെ തന്നെ ആയുരാരോഗ്യ സൗഖ്യങ്ങളും തുടർന്ന് പാടാനുള്ള അവസരങ്ങൾ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ഹലോ റേഡിയോൻ്റെ പേരിലും വ്യക്തിപരമായിട്ട് എൻ്റെ പേരിലും. അപ്പോൾ നമുക്ക് ഇവിടെ അഭിമുഖം പൂർണ്ണമാവുകയാണ്. സ്വപ്നങ്ങളുടെ ലോകത്ത് സഞ്ചരിക്കാനുള്ള ആശംസകൾ നേർന്നുകൊണ്ട്. അപ്പോൾ ഏത് പാട്ടാണ് നമുക്ക് പെട്ടെന്ന് ആപ്റ്റായിട്ട് ശ്രോതാക്കൾക്ക് വേണ്ടി പാടാൻ കഴിയുന്നത്? ഞാനിപ്പോൾ പാടാൻ വന്നത് സാഗരങ്ങളെ എന്നുള്ള പാട്ടാണ് പാടുന്നത്. സാഗരങ്ങളെ പാടി ഉണർത്തിയ സാമഗീതമേ, സാമസംഗീതമേ, ഹൃദയ സാഗരങ്ങളെ പാടി പാടി ഉണർത്തിയ സാമഗീതമേ, സാമസംഗീതമേ, സാഗരങ്ങളെ. എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് നന്ദി, അതുപോലെ തന്നെ ആശംസകൾ നേരുകയാണ്. താങ്കൾക്ക് ഒരു സിനിമയില്ലെങ്കിൽ ഒരുപാട് സിനിമകളിൽ പാടാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.